ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ഗബ്രിയെ അണിയിച്ചൊരുക്കുന്ന ജാസ്മിനെയാണ് കാണിക്കുന്നത്. ജാസ്മിന്റെ ചുരിദാറും മാലയും പൊട്ടും വളയും എല്ലാം ജാസ്മിൻ അവിടെ ഗബ്രിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിച്ചണിലേക്ക് ഗബ്രിയെ വിളിച്ചു കൊണ്ടുപോകാനായിട്ട് ജാൻമണി വരുമ്പോൾ ജാൻമണിക്ക് ഗബ്രിയെ കണ്ടിട്ട് ചിരി നിൽക്കുന്നില്ല. രൺവീർ സിംഗിന് ഇങ്ങനെയൊക്കെ മാലയും വളയും ഇട്ട് നടക്കാമെങ്കിൽ എനിക്കും ഇട്ട് നടക്കാമെന്നെല്ലാം ഗബ്രിയോട് പറയുന്നു. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ജാസ്മിന്റെ അടുത്തായിട്ട് ഗബ്രി പറയുന്നു, എനിക്ക് ക്യാപ്റ്റൻ ആയില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവുമില്ല. ചിലവരുടെ എല്ലാം വിചാരം ക്യാപ്റ്റൻസി കിട്ടുക എന്നത് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു തുറപ്പുചീട്ട് മാത്രമാണ്. ബട്ട് എനിക്ക് അങ്ങനെയല്ല. ഇനി നീ ഇപ്പോൾ ക്യാപ്റ്റൻ ആയതിലും എനിക്കൊരു കുഴപ്പവുമില്ല. എന്നാലും ഇവിടെയുള്ളവരുടെ ഓരോ പറച്ചിലെല്ലാം കേൾക്കുമ്പോൾ ചെറിയൊരു വിഷമം. ഇനി നീ വിന്നർ ആയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നെല്ലാം ഇങ്ങനെ ഗബ്രിയോട് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ ക്യാപ്റ്റൻ ആയെന്ന് വെച്ച് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. പവർ റൂമിലാണ് കിടത്തമെങ്കിലും ഞാൻ നിന്റെ അടുത്തേക്ക് വരെ നീ പുറത്ത് നിൽക്കണമെന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഗബ്രി പറയുന്നുണ്ട്, പുറത്തൊന്നും ഞാൻ നിൽക്കില്ല, എനിക്ക് പവർ റൂമിൽ നിന്നാൽ മതി. നീ നിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്നെ പവർ റൂമിൽ നിർത്തണം. ഇനി നിനക്ക് പവർ റൂമിൽ നിർത്താൻ എന്നെ പറ്റില്ലെങ്കിൽ ഞാൻ പുറത്തു നിന്നോളാം എന്നെല്ലാം ഗബ്രിയോട് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നു, ഗബ്രി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് നല്ല വിഷമമെല്ലാം ആവുന്നു എന്ന് പറയുന്ന ജാസ്മിന്റെ എല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. ഗബ്രിയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ജാസ്മിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ജാസ്മിന്റെ കിടത്തമെല്ലാം ഇനി പവർ റൂമിലായിരിക്കും. അതുകൊണ്ട് ഗബ്രിയുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജാസ്മിനോട് തന്നെ പവർ റൂമിലെല്ലാം ആക്കണമെന്നെല്ലാം ഗബ്രിയോട് പറയുന്നുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.